ദൈവത്തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരു വൈദികൻ പള്ളി കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഒരു ഇംഗ്ലീഷുകാരന് വൈദികൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മനോജ്, വാട്ട് മേക്സ് യു റിജോയ്സ് ഇൻ ദ ലോർഡ് ടുഡേ? കർത്താവിൽ സന്തോഷിക്കാനുള്ള ഇന്നത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചു. എനിക്കതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു ചോദ്യം ഞാൻ അതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ദിവസം കടന്നുപോയി. പക്ഷെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ് അത്. അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാനായിട്ട് കാലക്രമേണ പല പ്രാവശ്യമായിട്ട് ദൈവം അതിനുള്ള ബോധ്യങ്ങൾ തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ്റെ അടുക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ദൈവത്തിൽ സന്തോഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ദൈവം എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നല്ലൊരു കുടുംബം, ജോലി, മക്കൾ, ആവശ്യത്തിനുള്ള സമ്പാദ്യങ്ങൾ, സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷേങ്കിൽ നമുക്കറിയാം, കൂടുതൽ ബോധ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ഇതൊക്കെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വെള്ളത്തിലെ കുമിള പോലെ നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡിന് ശേഷം നമുക്ക് പലർക്കും മനസ്സിലായി നമ്മളുടെ ആരോഗ്യം സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല. ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാർക്കും അതിൻ്റെ തകർച്ചയിൽ കൂടി അവർക്ക് മനസ്സിലായി ഈ ബിസിനസ് ഒന്നും എക്കാലവും നിലനിൽക്കുകയില്ല. പല ബിസിനസ്സുകളും തുടങ്ങുന്നവരുടെ അത് മക്കളുടെ മക്കളിലേക്കുമൊക്കെ പോകാൻ ഉതകുന്ന രീതിയിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻസൊക്കെ ക്രമീകരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ കാലത്ത് AI ഒക്കെ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല ജോലികളും ഇല്ലാതെയായി. സിനിമാ മേഖലയിലാണെങ്കിലും ആൾക്കാർ പറയുന്നത് ഡ്രോൺ എന്ന് പറയുന്ന ഒരു സാധനം വന്നപ്പോൾ തന്നെ അത് സിനിമാ മേഖലയിലുണ്ടായിരുന്ന പല ജോലികളും ഇല്ലാതെയായി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ശക്തി കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നിരുന്നതാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ഫ്ലീറ്റിംഗ് ആണ്, അധികം നാളത്തേക്ക് നിലനിൽക്കില്ല എന്ന് നമുക്ക് കാലക്രമേണ ബോധ്യമായി. കഴിഞ്ഞ ദിവസം യങ്ങായിട്ടുള്ള കഴിഞ്ഞ 4 മാസം 5 മാസം മുന്നേ വിവാഹിതരായ ഒരു കപ്പിൾ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, നാട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പം അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ 2 പേർക്കും ജോലി വേണം, സമ്പാദ്യം വേണം, പ്രകാരം ഒരു വീട് മേടിക്കണം, മക്കളാവണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ അവർക്ക് കാണും. എന്തുമാത്രം ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വപ്നങ്ങളാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ കൂടെയൊക്കെ കഴിഞ്ഞു പോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. ദൈവം വിചാരിക്കാതെ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ തീരുമാനിക്കാതെ ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതെന്ന് പുറകാലം മനസ്സിലാവും. അപ്പോൾ ഇതിനകത്തു നിന്ന് എനിക്ക് മനസ്സിലായത്, എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നികത്തുവാനായിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ ആശ്രയിക്കും. ചിലപ്പോൾ നമ്മൾ ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ആ ശൂന്യതയെ അഡ്രസ്സ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി നമ്മൾ മറ്റ് പല കാര്യങ്ങളും വെച്ച് നമ്മൾ ബിസി ആയിക്കൊണ്ടേയിരിക്കും. ആ ചിന്ത വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉയർന്നു വരുവാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ ഞാൻ പറയും അത് സാത്താൻ്റെ വലിയൊരു കെണി തന്നെയാണ്. നമ്മളെ ചിന്തിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി നന്നേ രാത്രിയിൽ മടങ്ങി വന്ന് ഒന്നുറങ്ങി പിന്നെയും രാവിലെ എണ്ണീറ്റ് പോകുന്നു. ഒരിക്കലും ആ ശൂന്യതയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാത്താൻ സമയം തരുന്നില്ല. ചില സമയത്ത് വിചാരിക്കും, ചില ആൾക്കാരൊക്കെ രാവിലെ എണ്ണീറ്റ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നു, മക്കൾക്കുള്ള ചോറും പൊതിയുമൊക്കെ ഉണ്ടാക്കുന്നു, അതിനുശേഷം ധൃതിയിൽ ജോലിക്ക് പോകുന്നു, മടങ്ങി വന്നിട്ട് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നു, രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്ന ഉടനെ നമ്മളുടെ സൃഷ്ടാവിനെ നമുക്ക് ഒന്ന് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ശരിക്കും ഒന്ന് നന്ദി പറയുവാനോ ഒക്കെ, പ്രാർത്ഥനകൾ പോലും അതൊരു ശീലമായതുകൊണ്ട് അതങ്ങനെ ചെയ്തു പോകുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിലൊരു ദൈവവുമായിട്ടൊന്ന് ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുവാനായിട്ടുള്ള സമയം ലഭിക്കുന്നില്ല. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് സാത്താൻ ആ രീതിയിൽ ക്രമീകരിച്ച് തന്നിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് യഥാർത്ഥത്തിൽ ആ ശൂന്യത, ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടുള്ള ആ ഒരു ശൂന്യതയാണ്, ദൈവത്തെയാണ് അവിടെ പ്രദർശിക്കേണ്ടത് എന്നുള്ള ചിന്ത നമുക്കൊരിക്കലും ലഭിക്കുന്നില്ല. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം
31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നറിനെ അവിടെ 7 പാരബിൾസ് പറയുന്നുണ്ട്. അത് കിങ്ഡം പാരബിൾസ് എന്നാണ് പറയുന്നത്. ദൈവരാജ്യത്തെ പറ്റിയുള്ള പാരബിൾസാണ്. അതിനകത്ത് 2 5-ാമത്തെയും 6-ാമത്തെയുമാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. അത് 13-ാം അധ്യായം ഏകദേശം 44-ാം വാക്യം മുതൽ ആദ്യം പറയുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്പയർഡ് ടു എ ട്രഷർ. ഒരു നിധിയെ ഉപമിച്ചിരിക്കുന്നു, ഒരു വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി. അപ്പോൾ ഇത് അന്വേഷിച്ച് വരുന്ന ആൾ ഈ നിധി ഇവിടെ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷം അയാൾ മടങ്ങിപ്പോയി തനിക്കുണ്ടായിരുന്ന മറ്റുള്ള സകല സമ്പത്തും സകല വസ്തുവകകളും വിറ്റതിന് ശേഷം ഈ നിധി കിടക്കുന്ന സ്ഥലം വാങ്ങിക്കും. ആ നിധി സ്വന്തമാക്കുവാനുള്ള ആ അതിയായ ആഗ്രഹം മൂലം മറ്റുള്ളതെല്ലാം ത്യജിച്ച് അദ്ദേഹം ഇത് മേടിക്കും. അതിന് ശേഷമുള്ള പാരബിൾ ഇതാണ്. അതായത് രത്നങ്ങൾ തിരക്കി നടക്കുന്ന ഒരു വ്യാപാരി. രത്നങ്ങൾ തിരക്കി നടന്നതിന് ശേഷം അമൂല്യമായ രത്നം കണ്ടെത്തുന്ന ഉടനെ അദ്ദേഹം പോയി അദ്ദേഹത്തിനുള്ള മറ്റുള്ള വസ്തുവകളെല്ലാം വിറ്റതിന് ശേഷം ആ രത്നങ്ങളും എല്ലാം വിറ്റതിന് ശേഷം ഈ രത്നം കരസ്ഥമാക്കുന്നു. ഒന്ന്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്പയർഡ് ടു ദ ട്രഷർ. രണ്ടാമത്തേത്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്പയർഡ് ടു ദ മെർച്ചൻറ്റ് ഹു ബൈസ് ദ പേൾ. അപ്പം ഈ 2 പാരബിളിനകത്തൂടെ യേശുക്രിസ്തു നമ്മളോടൊക്കെ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നമ്മളുടെ സമ്പത്തുകളെല്ലാം മാറ്റിവെച്ച് ഈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഉടനെ ദൈവം നമ്മുടെ രാജാവാകും. ആ രാജാവിൻ്റെ പ്രജകളാണ് നമ്മൾ. ഈ രാജാവിനെയും പ്രജകളും തമ്മിലുള്ള ബന്ധം ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പോകുന്ന ആൾക്കാർ എന്നും ദൈവത്തിൻ്റെ പ്രജകളാണ്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ നമുക്ക് ആ പ്രജകൾ എന്നുള്ള സ്ഥാനം ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മടങ്ങി വരുന്ന ഉടനെ ഇന്ന് നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന ഉടനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം, ആ അവകാശം തന്നെയാണ് ഏറ്റവും നമ്മളെന്നും സന്തോഷിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത. രണ്ടാമത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ ദൈവം മക്കളായിട്ട് തന്നെ കരുതും. അല്ലാതെ ഒരു സെർവൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു അടിമപ്പണിക്കാരനല്ല, സ്വന്തം മകനെ പോലെ തന്നെ ആക്കും. അങ്ങനെ സ്വന്തം മകനായി കഴിയുന്നുള്ള നമുക്ക് കിട്ടുന്ന പ്രിവിലേജസ്, നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ ദൈവം തന്നിരിക്കുന്ന, യേശുക്രിസ്തു തന്നിരിക്കുന്ന മറ്റൊരു പ്രോമിസാണ്, യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അംശമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പം നമ്മുടെ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മന്ദിരമായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും. അപ്പം അങ്ങനെ അൾട്ടിമേറ്റായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രോമിസാണ് നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് നിത്യതയിൽ ദൈവവുമായിട്ട് വസിക്കുവാനുള്ള ഏറ്റവും വലിയ അവകാശം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന വസ്തുതകൾ. ദൈവം മറ്റു രീതിയിലുള്ള പല അനുഗ്രഹങ്ങളും തരുമായിരിക്കും. പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപയും കരുണയും ദൈവത്തിൻ്റെ മകനായിട്ട് കരുതുവാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കാനുള്ള ആ വലിയ അവകാശമാണ്. അത് മനസ്സിലാക്കുവാനായിട്ട് വളരെ കുറേ കാലങ്ങളെടുത്തു. പക്ഷേ എന്നിരുന്നാലും പല കാര്യങ്ങളിൽ കൂടെ ചിന്തിച്ച് ബോധ്യം വരുമ്പോൾ നമ്മളതൊരിക്കലും മറക്കില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നുടനെ, അല്ലെങ്കിൽ ഓരോ ദിവസവും രാത്രിയിൽ കിടക്കാൻ പോകുന്നുണ്ട്, നിൻ്റെ മകനാണ് ഞാൻ എന്നുള്ള ആ ഒരു അവകാശം എനിക്ക് തന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.